ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് നമുക്കൊരു കോട്ടൺ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യാതെയാണ്, ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. 44 ഇഞ്ചസ് വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഞാനിത് 4 ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് 44 ഇഞ്ചസാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഷോൾഡറിൻ്റെ പോർഷനിൽ നമുക്ക് അലവൻസ് വേണം, അതുപോലെ ബോട്ടം പോർഷനിൽ അലവൻസ്, അങ്ങനെയാണ് 44 ഇഞ്ചസ് എടുക്കുന്നത്. നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചസാണ്. ഞാനിത് XXL സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോൾഡർ 7.5ഉം അതുപോലെ ആം ഹോള് 7.5ഉം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചസാണ് എടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചസാണ്. വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചസാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചസാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10 ഇഞ്ചസ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ചെസ്റ്റിന് എടുത്തത് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ലൈറ്റ് കളർ ചോക്ക് എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ കാണാത്തത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷൻ ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2.5 മീറ്റർ ഫാബ്രിക് എടുത്തത് സ്ലീവിനും കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1/2 മീറ്റർ നമുക്ക് സ്ലീവിന് വേണ്ടി മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് എടുക്കാമെന്ന് വെച്ചാൽ സെൻറ്റർ പോർഷനിലൊക്കെ ജോയിൻറ്റ് വരും. അപ്പോൾ ആ ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2.5 മീറ്റർ എടുത്തത്. കണ്ടോ, ഇത്രയും പോർഷൻ ബാക്കി വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കണം. ആം ഹോൾ, ബാക്ക് ആം ഹോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസാണ്, അത് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ്, ബാക്ക് നെക്ക് 4 ഇഞ്ചസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ക്യാൻവാസൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ക്യാൻവാസ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് ബൈൻഡിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു. ഞാനിവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റൗണ്ട് നെക്കൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചസാണ് കേട്ടോ അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടം പോർഷനിൽ നിന്ന് 1 ഇഞ്ചസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത്. ഇനി സൈഡ് പോർഷൻ 1 ഇഞ്ചസ്, അതുപോലെ ആം ഹോളിൻ്റെ പോർഷനിലും ഷോൾഡറിലും 1/2 ഇഞ്ചസാണ് അലവൻസ് കൊടുക്കുന്നത്. നെക്കിൻ്റെ പോർഷനിൽ 1/4 ഇഞ്ചാണ്, ഓക്കെ, 1/4 ഇഞ്ചാണ് അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ മാത്രം നെക്കും ആം ഹോളും ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 1/2 മീറ്റർ ഫാബ്രിക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 22 ഇഞ്ചസാണ് ലെങ്ത് എടുക്കുന്നത്. ഫുൾ സ്ലീവ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 22 ഇഞ്ചസാണ്. വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ചസാണ്. ഓക്കെ, അപ്പോൾ 10 ഇഞ്ചസ് വിഡ്ത്തും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചസാണ്. ഇനി സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് 6.5 ഇഞ്ചസാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്ലീവ് മാറിപ്പോകരുത്, ലെഫ്റ്റും റൈറ്റും മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബൈൻഡിങ് ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫുള്ളായിട്ടും കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ബൈൻഡിങ് ആണ് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ടിലും ക്രോസ് പീസ് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ബൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിൽ നമ്മൾ ആ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത പീസില്ലേ, അത് ഈ ബാക്ക് പീസിൻ്റെ പുറത്തൂടി ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഷോൾഡർ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഷോൾഡറും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് ബൈൻഡിങ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ ലെഫ്റ്റ് സ്ലീവും റൈറ്റ് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ പോർഷനൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനി സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷനാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മുതൽ താഴെ ആ ഒരു നമ്മുടെ സീറ്റിൻ്റെ പോർഷനില്ലേ അതുവരെ നമുക്കിതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ, നമ്മൾ 1 ഇഞ്ചാണല്ലോ അലവൻസ് കൊടുത്തിരിക്കുന്നത്, 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സീറ്റിൻ്റെ ആ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഇതുപോലെ നമുക്ക് 1 ഇഞ്ചിൽ ഇതുപോലെ ടാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നിർത്താനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ടാക്ക് ചെയ്ത് നിർത്തി കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ ചെയ്യാം. ഇനി ടോപ്പിൻ്റെ ബോട്ടം പോർഷൻ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശത്തും ഇതുപോലെ ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി സ്ലിറ്റിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പലർക്കും ഈ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലൊക്കെ വളവ് വരും, അതുപോലെ സ്റ്റിച്ച് ഫിനിഷിങ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ കുത്തി നിർത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്ത് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കുന്നില്ല. നമുക്ക് അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഈ ഒരു വി വരുന്ന പോർഷനിൽ അവിടെ ഇതുപോലെ കുത്തി നിർത്തി തിരിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മളെ സ്ലിറ്റ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.